മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ എന്ന ചോദ്യം നമ്മൾ കുറച്ച് നാളുകളായി കേൾക്കാറുണ്ടായിരുന്നു, ചോദിക്കാറുണ്ടായിരുന്നു. സിനിമാ ഇൻഡസ്ട്രിക്കുള്ളിലെ സ്ത്രീകളെക്കാൾ പ്രേക്ഷകരിലെയും നിരൂപകരിലെയും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയാണ് അത് ആദ്യം ചോദ്യമായിട്ട് ഉയർത്തിയത്. നടി പാർവതി പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തകരും പിന്നെ പ്രേക്ഷകരും ആ ചോദ്യം ഉന്നയിച്ചത് തന്നെ അതീവ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ അതേ പാർവതിയും മലയാളത്തിന്റെ സ്വന്തം ഊർവശിയും മത്സരിച്ച് അഭിനയിച്ച ഉള്ളൊഴുക്ക് തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ്, മികച്ച അഭിപ്രായം നേടുകയാണ്. സിനിമയിൽ ഉടനീളം മാത്രമല്ല, പോസ്റ്ററുകളിലും പ്രൊമോഷൻ ഇന്റർവ്യൂസിലും ഒക്കെ നിറഞ്ഞു നിന്നത് ഈ രണ്ട് അഭിനേത്രികൾ തന്നെയായിരുന്നു. മലയാള സിനിമയിലെ സ്ത്രീകൾ ദാ ഇവിടെ തന്നെയുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പോലെയായിരുന്നു ഇത്. ഈ പ്രസന്റ് സെനാരിയോയിലേക്ക് ഒന്ന് ഡൈവിങ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഡിസ്കഷൻസിലേക്ക് ഒരു ക്വിക്ക് റീക്യാപ്പ് നടത്താം. മലയാള സിനിമ 2024 ആദ്യ മാസങ്ങളിലെ അത്ഭുതപ്പെടുത്തുന്ന വിജയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ചോദ്യം നമ്മൾ ആദ്യമായി കേൾക്കുന്നത്. പ്രേമനു ഒഴിച്ച് ഫെബ്രുവരിയിലെ ഹിറ്റുകളായിരുന്ന ഭ്രമയുഗത്തിലും ഇൻഡസ്ട്രി ഹിറ്റ് പോലും ആയിത്തീർന്ന മഞ്ഞുമൽ ബോയ്സിലും സ്ത്രീ കഥാപാത്രങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോഴേ അല്ല നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഇത് എവിടെ പോയി എന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല. പിന്നീട് വന്ന് വിജയം കൊയ്ത ആടുജീവിതത്തിലും ആവേശത്തിലും വർഷങ്ങൾക്ക് ശേഷത്തിലൊന്നും പറയാൻ മാത്രമുള്ള സ്ത്രീ കഥാപാത്രങ്ങളില്ലായിരുന്നു. അതോടെ ചർച്ചകൾക്ക് ചൂടുപിടിച്ചു. ഈ സിനിമകളിലൊന്നും അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങൾക്കുള്ള സ്പേസ് ഉള്ളതായോ, അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിട്ടും ഒഴിവാക്കിയതാണെന്നോ ഈ ആർഗ്യുമെന്റ് ഉന്നയിച്ച ആരും പറഞ്ഞില്ല. ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളുടെ പേരിൽ കൂടി പ്രശസ്തമായിട്ടുള്ള മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ, പ്രത്യേകിച്ച് ഈ സമീപകാലത്തും വർഷങ്ങളിലൊക്കെ ഒരുപാട് സ്ത്രീപക്ഷ സിനിമകളിൽ ഇറങ്ങിയ ഒരു ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് സ്ത്രീകൾ ആരും ഇല്ലാത്ത കുറേ സിനിമകൾ ഇറങ്ങിയപ്പം അത് നോട്ടീസ് ചെയ്യപ്പെട്ടു. നീണ്ടകാലം മുൻപായിരുന്നെങ്കിൽ ഇതൊന്നും ഒരു ചോദ്യമായിട്ടേ ആരും ഉന്നയിക്കില്ലായിരുന്നു. എന്നാലും വേർ ആർ ദ വിമൻ ഇൻ മലയാളം സിനിമ എന്ന ചോദ്യം വന്നപ്പം ചർച്ചകൾ പല വഴി പെരുവെള്ളമായി പാഞ്ഞു. എല്ലാ സിനിമയിലും അങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളെ കുത്തിക്കയറ്റാൻ പറ്റും? ക്രിയേറ്ററിന്റെ സ്വാതന്ത്ര്യമല്ലേ ഏത് കഥാപാത്രങ്ങളെ വെച്ച് സിനിമ എടുക്കണമെന്ന് കുറച്ച് പേര് ചോദിച്ചു. അത്തരക്കാരോട് എന്നാൽ സ്ത്രീകളെ കാണാനില്ലല്ലോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ ഞങ്ങൾക്ക് എന്ന് മറുപടിയായിട്ട് മറ്റു ചിലർ ചോദിച്ചു. സിനിമ ജയിക്കാൻ സ്ത്രീകൾ വേണ്ട എന്ന് ട്രോളുകൾ വാരി വിതറി കുറച്ചു പേര്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ജയഹയും തുടങ്ങിയ ചിത്രങ്ങൾ നേടിയ വിജയം തിരിച്ചു ഉയർത്തിപ്പിടിച്ച് കാണിച്ചായിരുന്നു അതിന് മറുപടി. ഇങ്ങനെ കുറച്ചധികം ചെളിവാരി എറിയലുകൾ നടന്നെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ വന്ന് ഇതേക്കുറിച്ച് നടന്നിരുന്നു. ആ ചർച്ചകളിൽ സിനിമാക്കാരും പ്രേക്ഷകരും നിരൂപകരും എല്ലാം പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിന്നും ചില കോമൺ പോയിന്റുകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ചെറിയ നിഗമനം. അതിലൊന്നാമത്തേത്, നായക കഥാപാത്രത്തിന് ചുമ്മാ അടുത്ത് നിർത്താനോ ഒബ്ജക്റ്റിഫൈ ചെയ്യാനോ മാത്രമായിട്ട് ഒരു കഥയുമില്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ടുവരേണ്ടതില്ല. പക്ഷേ നല്ല കഥയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് വേണം. ഇനി രണ്ട്, ക്യാമറയ്ക്ക് മുന്നിലായാലും പിന്നിലായാലും പൊതുവേ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ സിനിമയിൽ. സ്ക്രിപ്റ്റിലും ഡയറക്ഷനിലും മുതലേ സിനിമയുടെ എല്ലാ ക്രിയേറ്റീവ് മേഖലകളിലും സ്ത്രീകൾ കടന്നു വന്നാലേ കൂടുതൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവും. 3, ലീഡ് റോളിൽ സ്ത്രീ കഥാപാത്രങ്ങളാണെങ്കിൽ പ്രൊജക്റ്റ് ഓണാകാൻ കഷ്ടപ്പാടാണെന്ന് ഏറ്റവും ഒടുവിലെത്തിയ ഉള്ളൊഴുക്കിൻ്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി വരെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ആ സിറ്റുവേഷൻ ഒന്ന് മാറിക്കിട്ടണം. 4, സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ എന്നാൽ സ്ത്രീകളുടെ കഷ്ടപ്പാടുകളും അതിജീവനവും മാത്രമായിരിക്കണം വിഷയമെന്ന് കരുതേണ്ടതില്ല. അവയും വേണം, വേണ്ടെന്നല്ല. കാരണം അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കഥകൾ കൂടെ നമ്മൾ കലയിലൂടെ പുറത്തു കൊണ്ടുവരണമല്ലോ. അതിനൊപ്പം തന്നെ എല്ലാ ജോണറിലും സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതാൻ കഴിയണം. പുതിയ പരിസരങ്ങളും പുതിയ കഥാപാത്രങ്ങളും പുതിയ സിനിമാനുഭവങ്ങളും ഒക്കെ അങ്ങനെ വരികയും ചെയ്യും. 5, ഇന്ന് വിജയിക്കുന്ന ചിത്രങ്ങളിലെ ആൽഫ മെയിലോ പുരുഷ കേസരികൾ ലെവലോ ആയിട്ടുള്ള പുരുഷ കഥാപാത്രങ്ങളല്ല മിക്കവാറും വരുന്നത്. അതുകൊണ്ടാണ് അത്തരം സിനിമകളിലെ ടിപ്പിക്കൽ നായിക ടൈപ്പ് കഥാപാത്രങ്ങൾ ഇല്ലാതിരിക്കുന്നത്. 6, മലയാള സിനിമ സ്ത്രീകളെ ഒഴിവാക്കുന്നു എന്ന രീതിയിലൊന്നും ചിന്തിക്കേണ്ട ഒരു സാഹചര്യമായിട്ടില്ല. ഒരൊഴുക്കിൽ ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്നതായിരിക്കാം. ഇതൊക്കെയാണ് ചർച്ചയുടെ ക്രക്സ് ആയിട്ട് തോന്നിയ പോയിന്റ്സ്. വിട്ടുപോയവുണ്ടായിരിക്കാം. നിങ്ങൾ കണ്ട കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ കമന്റുകളിൽ ഒന്ന് പറഞ്ഞു പോകണം. അപ്പോൾ ഇങ്ങനെ ചൂട് പിടിച്ച ചർച്ചകൾക്ക് ശേഷം വന്ന ചില ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പലരും പേരിന് മാത്രമായിരുന്നു. നടികർ, മലയാളി ഫ്രം ഇന്ത്യ, അങ്ങനെ എക്സിട്ര കുറച്ച് പടങ്ങൾ. പിന്നെ രസകരമായ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്ന സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ പോലുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെയും പോയി. എന്നാൽ പിന്നീട് കാറ്റ് മാറി വീശി. മമ്മൂട്ടിയുടെ മാസ് പടമായിട്ടുള്ള ടർബോയിലെ അഞ്ജന ജയപ്രകാശനും ബിന്ദു പണിക്കരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തി. അൽത്താഫും അനാർക്കലിയും ഒരു കൂട്ടം സ്ത്രീകളും കേന്ദ്ര കഥാപാത്രങ്ങളായ മന്ദാകിനി മെച്ചപ്പെട്ട അഭിപ്രായം നേടി. പിന്നീട് അങ്ങോട്ട് വന്ന വിജയിച്ചതും പരാജയപ്പെട്ടതുമായിട്ടുള്ള ചിത്രങ്ങളിലെല്ലാം നമ്മൾ സാധാരണ കാണുന്ന രീതിയിലും അതിനേക്കാൾ മെച്ചപ്പെട്ടും സ്ത്രീ കഥാപാത്രങ്ങൾ കടന്നു വന്നു തുടങ്ങി. ഗഗനചാരിയിലെ അന്യഗ്രീജീവി വരെ എത്തി ആ പോക്ക്. ഇതിനിടയിൽ മലയാളി അഭിനേത്രികളായ കനിയും ദിവ്യപ്രഭയും പ്രധാന വേഷങ്ങളിലെത്തിയ
പായൽ കപാടി എന്ന സ്ത്രീ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് കാനിൽ മത്സരിച്ച് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടി. വേർ ആർ ദ വിമൻ മലയാളം സിനിമ എന്നതിന് ദേ ആർ അറ്റ് കാൻസ് എന്ന് മറുപടികൾ വരാൻ തുടങ്ങി. ഇങ്ങനെ കാറ്റ് മാറി വീശി തുടങ്ങിയതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളൊഴുക്കിൻ്റെ വിജയത്തോടെ മലയാള സിനിമ എത്തി നിൽക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എക്കാലത്തെയും മികച്ച നടികളായ പാർവതിയും ഊർവശിയും ഒന്നിച്ച ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായ പ്രദർശനം തുടരുകയാണ്. 2.5 കോടിയോളമാണ് സിനിമ ഇതുവരെ നേടിയിട്ടുള്ളത്. പ്രദർശനത്തിനെത്തി 6ാം ദിവസത്തിൽ മാത്രമായി കേരളത്തിൽ നിന്ന് ഉള്ളൊഴുക്ക് 18 ലക്ഷം നേടിയിട്ടുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ റിപ്പോർട്ട്. മലയാളത്തിലെ സ്ത്രീകൾ എവിടെ പോയി എന്ന് ചോദ്യം ഉയർന്ന വർഷം തന്നെ സ്ത്രീകൾ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രത്തിന് മികച്ച വിജയം നേടാനായി എന്നത് ഏറ്റവും മധുരമുള്ളൊരു മറുപടിയാണ്. ഈ വർഷം വരാനിരിക്കുന്ന പല മലയാള സിനിമകളിലും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് സന്തോഷം നൽകുന്ന ഒരു കരക്കമ്പി. അതൊക്കെ കാത്തിരുന്ന് കാണാം.